ഹായ്, ഇറ്റ്സ് മീ ഹഡിൽ മിസ്റ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. സോ അതിൻ്റെതായിട്ടുള്ള എല്ലാ പോരായ്മകളും നിങ്ങൾ ഈ വീഡിയോയിൽ കാണും. ഞാൻ ഒരു കുട്ടി ക്രാഫ്റ്ററാണ്. ബിഗിനിങ് ആയതുകൊണ്ട് തന്നെ എസ്തെറ്റിക്കായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടോ നല്ല ക്യാമറ സെറ്റപ്പോ നല്ല മൈക്കോ അങ്ങനത്തെ യാതൊരു സാധനവും എൻ്റെ കയ്യിലില്ല. പിന്നെ എല്ലാ യൂട്യൂബേഴ്സും ഈ ഗേൾസ് ആയിട്ടുള്ളവര് അധികവും ബിഗിൻ ചെയ്തിട്ടുണ്ടാവുക ആരും അറിയാതെ. വീട്ടുകാരോ ഫ്രണ്ട്സോ അങ്ങനെ ആരും അറിയില്ല. ഞാനും ഈ ചാനല് അതേപോലെ തുടങ്ങിയതാണ്. പക്ഷെ വീട്ടുകാരറിഞ്ഞു. അങ്ങനെ പ്രത്യേകിച്ച് ഡിമോട്ടിവേഷനും ഉണ്ടായിട്ടില്ല, മോട്ടിവേഷനും ഉണ്ടായിട്ടില്ല. കാരണം ഓൾക്കെന്നെ അറിയാ ഇതെവിടെ എത്തൂലെന്ന്. കുറച്ച് ചെയ്യുമ്പോൾ എത്തിക്കോളും, ഒരു മൈൻഡാണ്. കാരണം എന്ത് കാര്യം തുടങ്ങുന്നുണ്ടെങ്കിലും ഞാൻ അങ്ങനെയാണ്. കുറച്ച് ചെയ്യും, പിന്നെ ഡ്രോപ്പ് ഔട്ട് ചെയ്യും. ഞാൻ തന്നെ ഈ വീഡിയോ എടുത്തിട്ട് തന്നെ 2 മാസമായി. ഷോർട്സ് അങ്ങനെ അപ്ലോഡ് ചെയ്ത് പോവാന്നല്ലാണ്ട് എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ടാണ് ഈ വീഡിയോ ഇത്രയും ലാഗായത്. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മള് എന്തേലൊക്കെ ചെയ്യാം, നമുക്ക് വേണ്ടി അത്രേ ഉള്ളൂ. പിന്നെ മെയിൻ കാര്യതല്ല, ഇന്ന് നമ്മള് ഒരു 3D ഫ്രെയിം സെറ്റ് ചെയ്യാനാണ് പോണത്. റെഫറൻസ് ഒക്കെ ഞാൻ കാണിച്ച് തന്നല്ലോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, എനിക്ക് വളവളാന്ന് സംസാരിക്കാൻ അറിയില്ല. അതുകൊണ്ട് എനിക്ക് എപ്പോഴും പറ്റുന്ന ഒരു കാര്യമാണ് മൈൻഡിലൊരു വേർഡും വായിലൊരു വേർഡും വരിക. ടെൻഷനാണ് ഈ ടെൻഷൻ. അത് കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ബൈ ദ വേ, നമ്മള് ഫ്രെയിമില് നമ്മളൊരു പോണ്ട് തീമിലാണ് ഈ ഒരു 3D പെയിന്റിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് കുറച്ച് ലോട്ടസ് ലീഫ്, 2 ഫിഷ് ആദ്യം നമുക്ക് വരച്ചെടുത്തിട്ട് വേണം ക്ലേ വെച്ച് 3D മോഡൽ ചെയ്യാൻ. ഈ വർക്ക് ചെയ്തപ്പോൾ ഞാൻ ഒരു പൊട്ടത്തരം കാട്ടിയിട്ടുണ്ട്. ഡ്രോയിങ് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പെയിന്റ് ചെയ്തു. ബേസായിട്ട് ബ്ലൂ, നമ്മുടെ പോണ്ടിന്റെ കളറ്. എന്നിട്ടാണ് ക്ലേ വെച്ചിട്ട് 3D മോഡൽ ഉണ്ടാക്കിയെടുത്തിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പെയിന്റിങ് ഒന്നും കൂടി ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ക്ലേ മോഡൽ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം പെയിന്റ് ചെയ്താൽ മതി. ഫിഷിനെ ഉണ്ടാക്കാനും അതേപോലെ ഈ ലോട്ടസ് ലീഫൊക്കെ ഉണ്ടാക്കാൻ ഞാനിതാ ഈ മോൾഡിറ്റിന്റെ ക്ലേ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. തികയൂല എന്നുള്ള ഒരാദ്യം കൊണ്ട് ഞാൻ 2 എണ്ണം വാങ്ങി. പക്ഷെ ഒന്നിന് ധാരാളം. എനിക്ക് ഫിഷിനുണ്ടാക്കാൻ അത്രക്ക് പണി വന്നിട്ടില്ല. അത് ഞാൻ എങ്ങനെയൊക്കെയോ ചെയ്ത് വെച്ചു. പക്ഷെ പണി കിട്ടിയത് എവിടെയെന്ന് വെച്ചാൽ ലോട്ടസ് ലീഫ് ഉണ്ടാക്കാനാണ്. ഇപ്പം നിങ്ങൾ കരുതണില്ലേ ഈ ലോട്ടസ് ലീഫ് ഉണ്ടാക്കാൻ എന്തത്ര പാടുന്നു? അത് റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കാനായിരുന്നു. കാരണം എൻ്റെ കയ്യിൽ ക്ലേ ആർട്ടിന് യൂസ് ചെയ്യുന്ന ഒരു സാധനമില്ല. എന്നിട്ട് ഞാൻ വല്ല കുപ്പിയുടെ അടപ്പോ ഈർക്കില് പെന്ന് ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ലോട്ടസ് ലീഫ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് ഇഷ്ടമാവാണേല് ഈ ഒരു കുട്ടി ചാനല് ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിടുക. അതായത് രമണ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും വിടണ്ട, ഒക്കെ പോന്നോട്ടെ. ആ പ്രോസസ്സിന് ശേഷം നമുക്ക് നമ്മുടെ ലോട്ടസ് ലീഫിനെ കളർ ചെയ്യണം. ജസ്റ്റ് ഞാൻ അതിന് ഗ്രീൻ അടിച്ചിട്ട്, അതായത് ലൈറ്റ് ഗ്രീൻ അടിച്ചിട്ട് ഡാർക്ക് ഗ്രീന് വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഒന്ന് ഇതേപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പ്രൊഫഷണൽ അല്ലാത്തതുകൊണ്ട് അധികം റിസ്ക് എടുത്ത് കുളമാക്കണ്ട. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പറ്റുന്ന പരിപാടിയാണ് ഈ കുളിപ്പിച്ച് കുട്ടില്ലാണ്ടാക്കുക എന്ന് പറഞ്ഞില്ലേ, ആ ഒരു പ്രോസസ്സ്. പെർഫെക്റ്റ് ആക്കാൻ നോക്കും, പക്ഷെ അത് കൊള്ളാവും. എന്തായാലും ഫിഷ് ഉണങ്ങിയതിന് ശേഷം ഞാൻ ഈ ഒരു കളറാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. ഇത് ഏത് കളറാന്ന് വെച്ചാൽ റെഡും കുറച്ച് യെല്ലോയും ഒക്കെ മിക്സ് ചെയ്ത് എന്തൊക്കെയോ കാട്ടിയതാണ്. 2 ഫിഷിനും നമ്മൾ ഒരേപോലെ നല്ല കളർ കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഒരു പാറ്റേൺ ഇഷ്ടമുള്ളിടത്ത് കൊണ്ടുപോയി വരയ്ക്കുക. അതാണ് നമ്മുടെ ഫിഷിന്റെ കളർ. ഇനി നമുക്ക് വാട്ടറിൽ കുറച്ച് ഷാഡോ വരക്കണം. അതേപോലെ ലോട്ടസ് ലീഫിന്റെ ചുറ്റോറം ഒരു ഡാർക്ക് ബ്ലൂ യൂസ് ചെയ്തിട്ട് അതിന്റെ ഷാഡോ കൂടെ വരക്കണം. പിന്നെ നമ്മുടെ ഫിഷിനും ഷാഡോ വരക്കണം, അത് നിർബന്ധമാണല്ലോ. അപ്പോൾ ആ ഒരു പ്രോസസ്സിന് ശേഷം നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെ ഉണ്ട് കാണാൻ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇനി കുറച്ച് അലങ്കാര പണികൾ, അതായത് വൈറ്റ് യൂസ് ചെയ്ത് ഇതേപോലെ കുറച്ച് വരയും കോറയും, അതായത് റിപ്പിൾസും ബബിൾസും ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കാം നമ്മുടെ ഭംഗിക്ക്. അപ്പോൾ ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുക, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഓൾസോ ഫോളോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം